ജീവിതത്തില് ഫസ്റ്റ് സീൻ മമ്മൂക്കയെ കണ്ടപ്പോ എന്തായിരുന്നു? സീനിലല്ല, ഞാൻ പൂജയുടെ സമയത്താണ് കാണുന്നത്. അപ്പൊ പത്തേമാരിയുടെ പൂജയുടെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ സെറ്റിൽ വെച്ച് കാണുന്നത്. അപ്പൊ പൂജ ഇങ്ങനെ വിളക്ക് കൊളുത്താൻ ടൈം ആയപ്പോ തന്നെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്ക വന്നിട്ട് ഓടിച്ചിട്ട് എനിക്ക് ഈ സെറ്റൊന്നും അത്ര പരിചയമില്ല, എനിക്ക് ആരെ അറിയില്ല. അപ്പൊ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ മാറി ഇങ്ങനെ കറങ്ങി നിൽക്കുക. അപ്പൊ എന്നെ ഓടിച്ച് അങ്ങോട്ട് വിട്ടു. ഞാൻ ഓടി മമ്മൂക്കയുടെ അടുത്ത് നിന്ന് എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ നമ്മളൊരു എക്സ്പ്ലോഷന് മുമ്പുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓം ശാന്തി ഓമിനകത്തെ ദീപിക ഫുൾ ബട്ടർഫ്ലൈസ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്നിങ്ങനെ അന്ത വിട്ട് നിൽക്കുക. അപ്പോൾ എനിക്കൊരു ബാഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു ബാഗ്, ഒരു റെഡ് ബാഗ്. മമ്മൂക്ക പറഞ്ഞു ഇതിൻ്റെ അകത്ത് എനിക്കുള്ള എന്തെങ്കിലും ആണോ? അപ്പൊ എല്ലാവരും പെട്ടെന്ന് ചിരിച്ചു. അപ്പൊ ആ സിറ്റുവേഷൻ ലൈറ്റായി. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അടുത്ത് നിന്ന് ലൈക്ക് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ഇതാണ്, നമ്മള് ഇച്ചിരി ടെൻസ്ഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു തമാശ ഉണ്ടാക്കുവോളെ. അപ്പൊ എല്ലാരും പെട്ടെന്ന് ഒരു ലൈറ്റർ മൂഡിലേക്ക് വരും. ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്ന മമ്മൂക്ക ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ വിചാരം അത് തന്നെയായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, മമ്മൂക്ക കുറച്ച് ഗൗരവക്കാരനാണെന്ന്. പക്ഷെ ഗൗരവക്കാരനായിരിക്കാം അല്ലായിരിക്കാം, പക്ഷെ ആസ് എൻ ആക്ടർ ആ വർക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരെയും കൊളീഗ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബഹുമാനിക്കുന്നതൊക്കെ കൊള്ളാം, ജോലി ചെയ്യുമ്പോൾ ഒരു കൊളീഗായിട്ട് കാണണം, എന്നാലേ നിനക്കത് അഭിനയിക്കാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ഒരു വലിയ മനസ്സാണ്. നമ്മളെ അങ്ങനെ അംഗീകരിക്കുന്നു, നമുക്ക് അതിനുള്ളൊരു സ്പേസ് തരണു, അതൊക്കെ ഒരു വലിയ മനസ്സാണ് നമുക്കത്.